കശാപ്പ് നിരോധനത്തിനെതിരെ ഉറച്ച നിലപാടെടുത്ത കേരള മുഖ്യമന്ത്രിക്ക് കേരളം കടന്നും ജനപിന്തുണ. തമിഴ്നാട്ടിലും കർണാടകയിലും പിണറായിയെ പിന്തുണച്ച് ജനങ്ങൾ ഒന്നാകെ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. നട്ടലുള്ള മുഖ്യമന്ത്രിയെ വേണമെന്ന ട്വീറ്റുകളുടെ പ്രവാഹമാണ് ഇപ്പോൾ. വിവരങ്ങളുമായി സിജു സുഗതൻ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. സിജു, കേന്ദ്ര സർക്കാരിന്റെ ഈ വിജ്ഞാപനം വന്നയുടനെ ഫെഡറൽ സംവിധാനത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ച് ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കാനുള്ള കത്തയച്ചു. നാളത്തെ ക്യാബിനറ്റ് തീരുമാനം കൂടെ വന്നാൽ എന്നാണ് എന്ന ഡേറ്റ് തീരുമാനിക്കും. അങ്ങനെ വളരെ നിർണായകമായ നിലപാടുകളാണ് കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായത്. പൊതുവിൽ ദക്ഷിണേന്ത്യ ഇതിനെ എങ്ങനെയാണ് കണ്ടത്? അരുൺ, രാജ്യത്ത് ആദ്യമായി തന്നെ ഒരു മുഖ്യമന്ത്രി കശാപ്പ് നിരോധനത്തിനെതിരെ നട്ടലുറച്ച നിലപാടെടുത്തത് കേരള മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിൽ തന്നെയാണ് ട്വീറ്റുകൾ വരുന്നത്. കേരളത്തിനകത്തു നിന്ന് മാത്രമല്ല, അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയേറുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ട്വീറ്റുകളുടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളിൽ നിന്നുള്ള മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രശംസ അറിയിച്ചുകൊണ്ടുള്ള കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത്. നമുക്കറിയാം, ഈ തീരുമാനം വന്ന അന്ന് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അത് പ്രധാനമായും ഇത് രാജ്യത്ത് അതല്ലെങ്കിൽ ജനങ്ങളുടെ ഭക്ഷണത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, അടുക്കളയിലേക്ക് ഫാസിസം കടന്നു വരുന്നു എന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കിയിരുന്നത്. അടുക്കളയിൽ, അതായത് മുഖ്യമന്ത്രി കോഴിക്കോട് നടത്തിയ ഒരു പ്രസംഗത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യം ഇതാണ്: നാഗ്പൂരിൽ നിന്നിരുന്നു കൊണ്ട് കേരളത്തിലെ ഭക്ഷണക്രമം തീരുമാനിക്കേണ്ട, ജനങ്ങളുടെ ഭക്ഷണക്രമം തീരുമാനിക്കേണ്ടത് നാഗ്പൂരിൽ നിന്നല്ല എന്ന തരത്തിലൊരു നിലപാട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രവുമല്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്, സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി നിലപാടെടുത്ത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു മുഖ്യമന്ത്രി. അതിനെ തുടർന്ന് ഇന്ന് മന്ത്രിസഭാ യോഗത്തിലെ തന്നെ പ്രധാന അജണ്ട ഇക്കാര്യത്തിലുള്ള ഒരു നിയമം നിർമ്മിക്കണോ എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു. അതായത് നിയമപരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്നുള്ളതും അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമാണ് ഇന്ന് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത്, അതായത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കണം എന്ന തരത്തിലുള്ള ഒരു തീരുമാനവും മുഖ്യമന്ത്രി കൈക്കൊള്ളുകയുണ്ടായി. അക്കാര്യത്തിലൊരു നിലപാടും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട്, കശാപ്പ് നിരോധനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാട് പോലെ ഒരു നിലപാട് രാജ്യത്തെ മറ്റൊരു മുഖ്യമന്ത്രിയും കൈക്കൊണ്ടിട്ടില്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ദില്ലി കേരള ഹൗസിൽ ബീഫ് നിരോധിച്ച സാഹചര്യത്തിൽ അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 2 ദിവസം എടുത്തു സംബന്ധിച്ചൊരു നിലപാടെടുക്കാൻ. പക്ഷേ അന്ന് തന്നെ കേരള ഹൗസിലെത്തി കേരളത്തിന്റെ ഒരു നിലപാട്, ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ജനങ്ങളുടെ ഭക്ഷണത്തിൽ ഇടപെടാൻ ഒരു സർക്കാരിനും കഴിയുകയില്ല, അത് ജനങ്ങളുടെ അവകാശമാണ്, ജനങ്ങളുടെ മൗലികാവകാശത്തിന്മേലുള്ള കൈകടത്തലാണ് എന്ന നിലപാട് അന്ന് തന്നെ പിണറായി വിജയൻ കൈക്കൊണ്ടിരുന്നു. അതിന് തുടർച്ചയായിട്ട് ആണ് ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സാഹചര്യത്തിലും ജനങ്ങളുടെ അടുക്കളയിലേക്ക് കടന്നു കയറേണ്ട കാര്യമില്ല, ജനങ്ങളുടെ ഭക്ഷണം നാഗ്പൂരിൽ നിന്ന്, RSS അല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, സംഘപരിവാർ സംഘടനകൾ ജനങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിലേക്ക് കൈ കടത്തേണ്ട എന്നൊരു നിലപാട് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതിനെ പിന്തുണച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം. അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, കർണാടകത്തിൽ നിന്നും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ട്വീറ്റുകളാണ് വളരെയധികം വന്നിട്ടുള്ളത്. അതിൽ പറയുന്നതിൽ ഭൂരിപക്ഷം ട്വീറ്റുകളും ഇങ്ങനെയാണ്. അതായത്, പിണറായി, താങ്കളെ പോലെയുള്ള നട്ടലുറപ്പുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് ഒരു ട്വീറ്റ്. മറ്റൊരു ട്വീറ്റ് ആകട്ടെ തമിഴ്നാട്ടിൽ നിന്ന്: ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഇല്ല, താങ്കൾക്ക് അധിക ചുമതല, ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള അധിക ചുമതല വഹിക്കാമോ എന്നുള്ള മറ്റൊരു ട്വീറ്റ് പറയുന്നു: തലൈവ, താങ്കൾ വരൂ എന്നാണ്. തലൈവ എന്ന് പറഞ്ഞാൽ നേതാവേ എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത്. തലൈവ, താങ്കൾ തമിഴ്നാട്ടിലേക്ക് വരൂ എന്നാണ് മറ്റൊരു ട്വീറ്റ് പറയുന്നു. ഹിന്ദു ഐക്യത്തിന് വേണ്ടിയാണ് ചില മഠയന്മാർ പറയുന്നത്, അങ്ങനെയുള്ള മഠയന്മാർക്ക് മാതൃകയായി പിണറായി വിജയൻ സാർ താങ്കൾ വരണം. ഇത്തരത്തിൽ ആ ട്വീറ്റുകൾ ചെയ്തതിൽ ചെന്നൈ IITയിലെ പ്രൊഫസർ മുതൽ സ്കൂൾ വിദ്യാർത്ഥിനികൾ വരെ ഉള്ളവരുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു നിമിഷം, ഭാസുരേന്ദ്ര ബാബു അദ്ദേഹം കൂടി നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, നമുക്കറിയാമല്ലോ, കശാപ്പ് നിരോധനത്തിനെതിരെ ഉറച്ച നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരള മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പൊതുവിൽ വലിയ സ്വീകാര്യതയാണ് അതിന് ദക്ഷിണേന്ത്യയിൽ ലഭിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവോ തമിഴ്നാട് മുഖ്യമന്ത്രി പളനിസ്വാമിയോ സിദ്ധരാമയ്യയോ ഒന്നും ഒരു ബ്രീഫിങ്ങോ ഇതുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിരുന്നില്ല. വളരെ ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. മുഖ്യമന്ത്രിമാരുടെ സമന്വയം ഇക്കാര്യത്തിൽ വേണമെന്ന് തീരുമാനിച്ചു. അഭിപ്രായ സ്വരൂപണത്തിന് കത്തയച്ചു. നാളെ ക്യാബിനറ്റിന് ശേഷം ആ മീറ്റിംഗിനെ സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ കൂടി വരും. എങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലെ ആളുകൾ ഇതിനെ പൊതുവിൽ കാണുന്നത്? അതായത്
ഒരു വലിയ നേതാവിനെ, ജനങ്ങളുടെ പൊതുവിശ്വാസം ഏൽപ്പിക്കത്തക്ക തരത്തിലുള്ള നേതാവിനെ അവർ കേരള മുഖ്യമന്ത്രിയിൽ കാണുന്നുണ്ടോ ഈ നിലപാടിലൂടെയൊക്കെ? അത് ചില ഘട്ടങ്ങളിൽ ചില പ്രമേയങ്ങളുമായി ബന്ധിപ്പിച്ച് ചില നേതാക്കൾ വളരെ പെട്ടെന്ന് പ്രസക്തിയിലേക്ക് ഉയരുക സ്വാഭാവികമാണ്. അത്തരമൊരു അവസ്ഥയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്ക് ഓഫ് ഡിമാർക്കേഷൻ, ഒരു രേഖ അല്ലെങ്കിൽ വിഭജന രേഖ ഈ പ്രമേയം ബീഫ് നിരോധനം എന്ന പ്രമേയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജനതയ്ക്ക് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച പൂർണ്ണമായും വ്യക്തത ഇല്ലാതിരിക്കുന്ന സമയത്താണ് അധികാരമുള്ള ഒരു സംസ്ഥാന മുഖ്യമന്ത്രി അത് ആ സംസ്ഥാനത്തെ ജനതയോട് ഇത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നും ഇതിനെതിരെ നിലപാടെടുത്തുകൊണ്ട് സമരം ചെയ്യുമെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം ആ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. മറ്റ് മുഖ്യമന്ത്രിമാർ ആ നിലയ്ക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാൻ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ ചിത്രമൊന്നും വ്യക്തമാകാതിരുന്നപ്പോൾ പോലും സ്വന്തം രാഷ്ട്രീയത്തോട് തികച്ചും നീതി പുലർത്തിക്കൊണ്ടൊരു നിലപാടെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ പ്രമേയവുമായി ബന്ധിപ്പിച്ച് ദേശീയ പ്രസക്തിയിലേക്ക് ഉയർത്തിയത്. അത് ഒരു നല്ല കാര്യമാണ്. ആ അർത്ഥത്തിൽ ഇപ്പോൾ തെന്നിന്ത്യയിലെ മുഖ്യമന്ത്രിമാരുമായി സാമ്യം ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ പിണറായി വിജയനെ ശ്ലാഘിച്ച് ട്വീറ്റുകൾ ചെയ്യുകയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ അയക്കുകയും ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരു കാര്യം നാം മനസ്സിലാക്കണം, തമിഴ്നാട്ടിൽ ഈ നിയമം നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും താൽക്കാലികമായി, കേരളത്തിലാകട്ടെ അതിപ്പോഴും പൂർണ്ണമായും കോടതിയിൽ എത്തിയിട്ടില്ല എന്നിട്ട് പോലും പിണറായി വിജയൻ തമിഴ്നാട്ടിൽ ലഭിക്കുന്ന ഈ പിന്തുണയുടെ ഉള്ളടക്കം ആദ്യ ദിനം തന്നെ അദ്ദേഹം അത് പ്രതിഷേധിച്ചു. അതിനുശേഷം അദ്ദേഹം അടങ്ങിയിരുന്നില്ല. മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് ഇതുമായി ബന്ധിപ്പിച്ച് കത്തെഴുതി. കാരണം ഇതൊരു വിഷയമാണ്, അതുകൊണ്ട് കത്തെഴുതി കൊണ്ടും തീർന്നില്ല. അവരെ വിളിച്ചു ചേർത്ത് ഏകോപിപ്പിച്ച്, അതും കേരളത്തിലാണ്, അങ്ങനെ ഏകോപിപ്പിച്ച് ഒരു സമ്മേളനത്തിലൂടെ ആശയ വ്യക്തതയോ ആശയ നിലവാരത്തിൽ ഒരു ഷെയറിങ്ങോ നടത്താൻ അദ്ദേഹം തീരുമാനമെടുത്ത്. അതെ, അത് തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു നേതാവിന്റെ ആവശ്യകത ഒരു ജനങ്ങൾ തിരിച്ചറിയുന്നത്. അവിടെയാണ് ജനങ്ങളെ പൊതുവിൽ വിശ്വാസത്തിൽ എടുത്ത് നയിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ അദ്ദേഹത്തിൽ കാണുന്നുണ്ട് പൊതുവിൽ ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതാനാകുമോ ഇപ്പോൾ? അല്ല, അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയാണ് കരുതേണ്ടത്. കാരണം ഇതപര്യന്തം പിണറായി വിജയൻ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം സഖ്യനിപ്പുറത്തേക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ മോദിക്ക് കഴിയാതായിട്ടുണ്ട് എന്നത് നമുക്കറിയാവുന്ന ഒരു സത്യമാണ്. ഇപ്പുറത്തേക്ക് മോദി പ്രഭാവം എത്താതിരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ദുരുപദിഷ്ടമായ പ്രവർത്തനങ്ങൾ, ഇന്ത്യൻ ജനതയെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനുള്ള ഒരു നിറഞ്ഞ നിലപാട് എടുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട്. അത് മലയാളികൾ മനസ്സിലാക്കി. ഇപ്പോഴിതാ ബീഫ് വിവാദം വന്നതോടെ ആദ്യമായി അതേ സംബന്ധിച്ച് ഉറച്ച നിലപാടെടുത്ത ആദ്യ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏക മുഖ്യമന്ത്രി. ഇനി മറ്റൊരു മുഖ്യമന്ത്രി അത്തരം നിലപാടെടുക്കും, സംശയിക്കേണ്ട. ഇപ്പോൾ തന്നെ ബംഗാളിലെ മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട്, അത് രണ്ടാമത്തെ അവസ്ഥയാണ്. ആ അർത്ഥത്തിൽ ആദ്യ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം അത്തരം ഒരു നിലപാടെടുക്കുന്നതോടെ കേന്ദ്ര നിലപാടിനെ എതിർക്കാൻ ഉള്ളുറപ്പും എല്ലുറപ്പുമുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണവും വ്യക്തതയും ഒക്കെയുള്ള ഒരു നേതാവായി അദ്ദേഹം മാറിയിരിക്കുന്നു. അത് മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ തലങ്ങളിലേക്ക്, രാഷ്ട്രീയ മാനങ്ങളിലേക്ക് സഞ്ചരിച്ചുകൂടായികയില്ല. അതും അഭിമാനാർഹമായ ഒരു കാര്യം തന്നെയാണ്. അതെ, വളരെ നന്ദി ഭാസുരേന്ദ്ര ബാബു. ഇപ്പോൾ ഡോക്ടർ എ സമ്പത്ത് എം പി അദ്ദേഹം കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എ സമ്പത്ത്, കശാപ്പ് നിരോധനത്തിനെതിരെ ഉറച്ച നിലപാടെടുത്ത കേരള മുഖ്യമന്ത്രിക്ക് കേരളം കടന്നും ജനപിന്തുണ എന്നതാണ് വാർത്ത. തമിഴ്നാട്ടിലും കർണാടകയിലും പിണറായിയെ പിന്തുണച്ച് ജനങ്ങൾ ഒന്നാകെ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള വിശ്വാസം അവരുടെ ജനനേതാക്കളെ കടന്ന് അതിനപ്പുറത്തേക്ക് കേരള മുഖ്യമന്ത്രിയിൽ അവർക്കുണ്ട്. ആ ട്വീറ്റുകളിൽ, ആ പോസ്റ്റുകളിൽ അത് വളരെ വ്യക്തമാണ്. എങ്ങനെയാണ് പൊതുവിൽ കാണുന്നത് താങ്കൾ? അദ്ദേഹം കോള് കട്ടായി എന്നാണ് നിലവിൽ തോന്നുന്നത്. സിജു, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം 2 ദിവസം മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ ശശി തരൂർ എം പി, അദ്ദേഹം വിശ്വപൗരനാണ്,
അദ്ദേഹം സ്വന്തം നേതാക്കളുടെ ട്വീറ്റ് പോലും റീട്വീറ്റ് ചെയ്യാത്ത ആളാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രവാർത്തയുമായി ബന്ധപ്പെട്ട് അത് സഹിതം ട്വീറ്റ് ചെയ്തിരുന്നു. ഉറച്ച നിലപാടാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. നാഗ്പൂരിലും ഡൽഹിയിലും ഉള്ളവരല്ല കേരളത്തിന്റെ ഭക്ഷണശീലം തീരുമാനിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ പൊതുവിൽ ഒരു വലിയ സ്വീകാര്യത ഇക്കാര്യത്തിലെന്നല്ല അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ കൂടി ലഭിക്കുന്നുണ്ടോ? അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഒരു നേതാവ് ഉയർന്നു വരുന്നത് എന്ന തരത്തിൽ ഒരു വ്യാഖ്യാനം വരികയുണ്ടായി. തീർച്ചയായും ഒരു ദേശീയ പ്രക്ഷോഭത്തിന്റെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അത് കേരളത്തിൽ നിന്ന് നേരത്തെ ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചതുപോലെ സഖ്യനിപ്പുറത്ത് നിന്ന് ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരള മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ്. കാരണം സ്വാഭാവികമായി പരിശോധിക്കുമ്പോൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിമാർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് പരിശോധിക്കേണ്ട ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. തീർച്ചയായും പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന CPM എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള നിലപാടുകൾ, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയ സംഹിതകൾ, അതാണ് ഇവിടെയും പരിശോധിക്കപ്പെടേണ്ടതുള്ളത്. പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അത് ജനപക്ഷത്ത് നിന്നുള്ളത് കൊണ്ട് ആണ്. ജനത്തിന്റെ ഭക്ഷണത്തിൽ ഒരു അധികാര കേന്ദ്രം കൈകടത്തേണ്ട കാര്യമില്ല എന്ന് ഉറച്ച നിലപാടെടുക്കാൻ ഒരു പ്രസ്ഥാനത്തിനെ കഴിയൂ. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദേശീയ ഡോക്ടർ എ സമ്പത്ത് അദ്ദേഹം കൂടി ഒരിക്കൽ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നേരത്തെ കോൾ കട്ടായിരുന്നു. ഡോക്ടർ എ സമ്പത്ത് കശാപ്പ് നിരോധനത്തിനെതിരെ ഉറച്ച നിലപാടെടുത്ത കേരള മുഖ്യമന്ത്രിക്ക് കേരളം കടന്നും ജനപിന്തുണയാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും പിണറായിയെ പിന്തുണച്ച് ജനങ്ങൾ ഒന്നാകെ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ട്വീറ്റുകളിൽ, അവരുടെ FB പോസ്റ്റുകളിലൊക്കെ അത് വ്യക്തമാണ്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമുക്കറിയാവുന്നതുപോലെ മെയ് മാസം 23-ാം തീയതിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത്. ഈ മെയ് 23-ാം തീയതി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് ആ നോട്ടിഫിക്കേഷന് ഉപോത്ബലകമായി ചില BJP നേതാക്കൾ, ഞാൻ ഇന്നലെ ചില ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ BJPയുടെ ചില നേതാക്കൾ പറഞ്ഞത് ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായി പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. നമ്മള് ഇവിടെ ആരെങ്കിലും വെബ്സൈറ്റിൽ എന്തെങ്കിലും കൊടുക്കുന്നത് കണക്കാക്കിക്കൊണ്ടല്ല നമ്മുടെ വീടുകളിലെ അടുക്കളയിലെ ഭക്ഷണം പാചകം ചെയ്യുന്നത്. നമ്മൾ എന്ത് കഴിക്കണമെന്നും എങ്ങനെ പാചകം ചെയ്യണമെന്നും അത് ഏത് വിധത്തിലാണ് നമ്മുടെ വീട്ടിൽ വിളമ്പിത്തരേണ്ടെന്നത് എന്നെല്ലാം തന്നെ ഒരു സർക്കാർ തീരുമാനിക്കുക എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു ഏകാധിപത്യ രാഷ്ട്രത്തിൽ പോലും ഒരു ഏകാധിപതി പോലും നടത്താത്ത, ഒരു സ്വേച്ഛാധിപതി പോലും നടത്താത്ത, ഒരു പട്ടാള ഗവൺമെന്റ് പോലും നടത്താത്തതായിട്ടുള്ള ക്രൂരകൃത്യവും അപഹാസ്യവുമായിട്ടുള്ള നടപടിയായി ഞാൻ കാണുകയാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ പെടുന്നത്, 7ാം ഷെഡ്യൂള് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിൽ പെടുന്നതായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അങ്ങനെ 7ാം ഷെഡ്യൂളിൽ പെടുന്നതായിട്ടുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള 15ഉം 18ഉം ആ വകുപ്പുകളിൽ, ആ ഖണ്ഡികകളിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ അവിടെ കേന്ദ്ര ഗവൺമെന്റിനെ ഇടപെടാനുള്ള ഭരണഘടനാപരമായ അവകാശമില്ല. അതുകൊണ്ട് തന്നെ സഖാവ് പിണറായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് ബഹുമാന്യരായ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് ഇതിനെ തുടർന്ന് അദ്ദേഹം എഴുതിയ കത്തിലും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ്. ഇത് ഫെഡറൽ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, മതനിരപേക്ഷ വിരുദ്ധമാണ്. ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭാഗങ്ങളിൽ വരുന്നതായിട്ടുള്ള 11ാം ഷെഡ്യൂളിലും 12ാം ഷെഡ്യൂളിലും പറയുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 12ഉം 13ഉം ഷെഡ്യൂളുകൾ നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെയും മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ട അധികാരങ്ങളുമാണ്. ഇവിടെ നഗരപാലിക ആക്ടും പഞ്ചായത്ത് രാജ് ആക്ടും എല്ലാം ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ തന്നെ ഭാഗമായി മാറിയതുകൊണ്ട് ഈ കാലിച്ചന്തകളും മാർക്കറ്റുകളും മണ്ടികളും എല്ലാം നിയന്ത്രിക്കലും അത്തരം കാര്യങ്ങളുടെ എല്ലാം അധികാരം പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ 243ാം അനുച്ഛേദം ആർട്ടിക്കിൾ 243Gയും ആർട്ടിക്കിൾ 243W, ഈ 2 അനുച്ഛേദങ്ങളും ഈ 2 ആർട്ടിക്കിളുകളും വളരെ കൃത്യമായി കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വാസ്തവത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം RSSന്റെ അജണ്ട നടപ്പാക്കാൻ കാട്ടിയതായ ഒരു വെപ്രാളമാണ്. RSSന്റെ അജണ്ട നടപ്പാക്കാൻ കാട്ടിയ വെപ്രാളത്തിന്റെ അതിന്റെ ആദ്യത്തെ ഒരു പരീക്ഷണശാല ഡൽഹിയിലെ കേരള ഹൗസിലെ സമൃദ്ധി റെസ്റ്റോറന്റ് ആയിരുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഡൽഹി പോലീസിന്റെ അമിതാവേശത്തോടു കൂടിയുള്ള ഒരു നടപടി കേരള ഹൗസിന്റെ ആ റെസ്റ്റോറന്റ് റെയ്ഡ് ചെയ്യാനും
അവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും വാസ്തവത്തിൽ അധികാര ദുർവിനിയോഗമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് കേന്ദ്ര പോലീസ്, ഡൽഹി പോലീസ് പ്രവർത്തിക്കുന്നത്. വാസ്തവത്തിൽ അവിടെ അത്തരത്തിൽ പരിശോധന നടത്തേണ്ടിയിരുന്നത് ഭരണഘടന അനുസരിച്ച് ഡൽഹി സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരായിരുന്നു. ഇവിടെ സഖാവ് പിണറായി വിജയൻ ഇന്ത്യയിൽ ഇത്തരം ഒരു കാര്യത്തിൽ ഭക്ഷണം ജനങ്ങളുടെ അവകാശമാണ്, എന്റെ ഭക്ഷണം എന്റെ അവകാശമാണ്, നമ്മുടെ ഭക്ഷണം നമ്മുടെ മൗലിക അവകാശമാണ്. നന്ദി ഡോക്ടർ എ സമ്പത്ത് എം പി അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. കശാപ്പ് നിരോധനത്തിനെതിരെ ഉറച്ച നിലപാടെടുത്ത കേരള മുഖ്യമന്ത്രിക്ക് കേരളം കടന്നും ജനപിന്തുണ. തമിഴ്നാട്ടിലും കർണാടകയിലും പിണറായിയെ പിന്തുണച്ച് ജനങ്ങൾ ഒന്നാകെ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തി. നട്ടലുള്ള മുഖ്യമന്ത്രിയെ വേണമെന്ന ട്വീറ്റുകളുടെ പ്രവാഹമാണ് ഇപ്പോൾ.